ഈ പ്രപഞ്ചത്തിൽ തന്നെ മുഖമുള്ള ഒരേ ഒരു ശിവലിംഗം ഈ ക്ഷേത്രത്തിലാണുള്ളത്. ഈ ശിവലിംഗത്തിന് 5 മുഖങ്ങളുണ്ടാവും. എന്നാൽ 5ാമത്തെ മുഖം കേവലം താന്ത്രിക ശക്തി ഉള്ളവർക്ക് മാത്രമേ കാണുവാൻ സാധിക്കുള്ളൂ എന്നാണ് ഐതിഹ്യം. ഇതാണ് കാഠ്മണ്ഡുവിലുള്ള പാശുപതിനാഥ ശിവലിംഗം. ഒരു ദിവസം പരമശിവൻ കാഠ്മണ്ഡുവിലുള്ള ബാഗമതി നദീ തീരത്തേക്ക് വന്ന് ആ നദിയുടെ സൗന്ദര്യം കണ്ട് അവിടെ തന്നെ ഇരിക്കും. കുറച്ചു നേരത്തിന് ശേഷം ദേവതകളെല്ലാവരും പരമശിവൻ ഇനിയും തിരിച്ചു വന്നില്ല എന്ന് പറഞ്ഞ് വിഷമിക്കും. അപ്പോൾ ശ്രീ മഹാവിഷ്ണു സ്വാമി തൻ്റെ ദിവ്യശക്തി കൊണ്ട് നോക്കിയപ്പോൾ പരമശിവൻ ബാഗമതി നദീ തീരത്ത് ഒരു മാനിൻ്റെ രൂപം ധരിച്ച് വിശ്രമിക്കുന്നു എന്ന് മനസ്സിലാക്കും. അപ്പോൾ ശ്രീ മഹാവിഷ്ണു സ്വാമി ശിവനെ തിരിച്ചു കൊണ്ടുപോകുവാനായി ബാഗമതി നദീ തീരത്തേക്ക് വരും. മാനിൻ്റെ രൂപത്തിലുള്ള ശിവൻ ശ്രീ മഹാവിഷ്ണുവിനെ കണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഓടാൻ തുടങ്ങി. അപ്പോൾ ആ മാനിനെ പിടിക്കാനായി ശ്രീ മഹാവിഷ്ണു അതിനെ പിന്തുടർന്ന് അതിൻ്റെ കൊമ്പുകൾ പിടിക്കും. പിടിച്ച ഉടൻ തന്നെ ആ കൊമ്പുകൾ ഒടിഞ്ഞ് നിലത്ത് വീഴും. എവിടെയാണോ ആ കൊമ്പുകൾ വീണത് ആ സ്ഥലത്ത് ഒരു ശിവലിംഗം ഉത്ഭവിക്കും. ഇതാണ് ഇപ്പോൾ കാഠ്മണ്ഡുവിലുള്ള പാശുപതിനാഥ ശിവലിംഗം.